നമസ്കാരം. ഒരു രാജ്യത്ത് ജീവിക്കുന്ന ജനങ്ങളെക്കാൾ അതേ രാജ്യത്ത് ജീവിക്കുന്ന വിദേശികളുടെ കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുക എന്നുള്ളത് നമുക്ക് വളരെ വിചിത്രമായി തോന്നാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഈ ഒരു വർധന കാരണം ഇപ്പോൾ വെട്ടിലായിരിക്കുന്ന ഒരു രാജ്യം ജപ്പാനാണ്. ജപ്പാനിൽ കഴിഞ്ഞ വർഷം അവിടെ താമസിക്കുന്ന വിദേശികളായ ദമ്പതികൾക്ക് ജനിച്ച കുട്ടികളുടെ എണ്ണം 20,000-ലധികമാണ്. അതേസമയം ഇത് ജപ്പാനിൽ ജനിക്കുന്ന കുട്ടികളുടെ എണ്ണത്തേക്കാൾ വളരെ കുറവാണ്. പൊതുവെ ജപ്പാനിലെ സമൂഹത്തെ തന്നെ വളരെ പെട്ടെന്ന് വയസ്സാകുന്ന ഒരു സമൂഹം എന്ന നിലയിലാണ് പലരും നോക്കിക്കാണുന്നത്. ഇവിടെ എത്തിയിട്ടുള്ള ഈ വിദേശ ദമ്പതികളൊക്കെ തന്നെ ആകട്ടെ, ഇവർ പലരും 30 വയസ്സിൽ താഴെയുള്ളവരാണ് എന്നുള്ളതാണ് ജപ്പാനെ വീണ്ടും ഞെട്ടിപ്പിക്കുന്നത്. ഇവർ ഇനിയും പ്രസവിക്കുകയാണെങ്കിൽ ആ ജനസംഖ്യ വീണ്ടും കൂടുകയും ഒരു ഘട്ടം കഴിയുമ്പോൾ ഇവർ അവിടുത്തെ പ്രധാന ജനസംഖ്യയായി മാറുമോ എന്ന് പോലും പലരും സംശയിക്കുന്നുണ്ട്. അടുത്ത് നടക്കാനിരിക്കുന്ന അവിടുത്തെ പൊതു തിരഞ്ഞെടുപ്പിൽ പോലും ഇതൊരു വലിയ ചർച്ചാ വിഷയമായി മാറുകയാണ്. ജപ്പാൻ വ്യാവസായികമായി അങ്ങേയറ്റം അഭിവൃദ്ധി പ്രാപിച്ചിട്ടുള്ള ഒരു രാജ്യം എന്നുള്ള നിലയിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് എത്രയോ പേരാണ് അവിടെ ജോലിക്കായി എത്തുന്നത്. ഇത്തരത്തിലുള്ള വിദേശി അമ്മമാരുടെ കാര്യത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ചൈനയാണ്. ചൈനക്കാരികളാണ് ഏറ്റവും അധികം ഇപ്പോൾ ജപ്പാനിൽ അമ്മമാരായിട്ടുള്ളത്. കൂടുതൽ ബ്രസീൽ പോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള സ്ത്രീകൾ ഇതിൽ പെടുന്നുണ്ട്. ചില അവിവാഹിത അമ്മമാർ കൂട്ടത്തിലുണ്ടെന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതായാലും ഔദ്യോഗിക കണക്കുകൾ അനുസരിച്ച് ഇപ്പോൾ ജപ്പാനിൽ ഒരു വർഷം ജനിക്കുന്ന ജപ്പാൻകാരായ കുട്ടികളുടെ എണ്ണത്തേക്കാൾ എത്രയോ ഉയരത്തിലാണ് അവിടെ എത്തിയ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളുടെ കുട്ടികളുടെ എണ്ണം. ഇത് ഭാവിയിൽ ഒരുപക്ഷെ വലിയൊരു പ്രശ്നത്തിലേക്ക് തന്നെ കൊണ്ടെത്തിക്കുമോ എന്ന് സ്വാഭാവികമായി അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ പോലും സംശയിക്കുന്നുണ്ട്. കാരണം ഈ ജനിക്കുന്ന കുട്ടികൾ അവർ ജാപ്പാനീസ് ഭാഷ പഠിക്കുകയും അവിടെ തന്നെ പഠിച്ച് വളരുകയൊക്കെ ചെയ്ത് ഇവർ വലിയൊരു അധികാര ശക്തി അല്ലെങ്കിൽ അധികാര കേന്ദ്രമായി മാറി ഇവിടുത്തെ എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് പോലും ചെന്ന് എത്തുമോ എന്ന് ഇപ്പോൾ അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം പോലും സംശയിക്കുന്ന ഒരു കാലഘട്ടമാണ്. ജപ്പാനെ സംബന്ധിച്ചിടത്തോളം അവർ ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിൽ ഒന്നാണ് എങ്കിൽ പോലും ജനസംഖ്യയിൽ പൊതുവെ കുറവാണ് ജപ്പാൻ. അതുകൊണ്ട് തന്നെയാണ് അവർ പലപ്പോഴും വിദേശ രാജ്യങ്ങളിൽ നിന്ന് വിദഗ്ധരെ ജോലിക്കായി ക്ഷണിക്കുന്നത്. ജപ്പാനിലെത്തുന്ന വിദേശ ജീവനക്കാരൊക്കെ തന്നെ ഇവിടുത്തെ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ തുടരാനായിരിക്കും പലപ്പോഴും ആഗ്രഹിക്കുക. കാരണം ജപ്പാനെ സംബന്ധിച്ചിടത്തോളം പൊതുവെ വിലക്കുറവൊക്കെ ഉള്ള രാജ്യമാണ്. ലോകത്തെ എല്ലാ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന രാജ്യമാണ്. അങ്ങനെ ഏതാണ്ട് സുഖകരമായി ജീവിക്കുന്നതിന് പറ്റിയൊരു അന്തരീക്ഷമാണ് ജപ്പാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്ന വിദേശികൾ പലപ്പോഴും പിന്നെ അവരുടെ നാടുകളിലേക്ക് മടങ്ങിപ്പോകാറില്ല. ഇവിടെ തന്നെ തുടരാനാണ് താല്പര്യവും. അങ്ങനെ അവർക്ക് ഇരിക്കുന്ന കുട്ടികളും ഇവിടുത്തുകാരായി വളരുകയും ഭാവിയിൽ അവർ ഇവിടുത്തെ ജനസംഖ്യയെ കടത്തിവെട്ടുകയും ചെയ്യുമോ എന്നാണ് ഇപ്പോഴും പലരും ന്യായമായി സംശയിക്കുന്നത്. 2040 ആകുമ്പോഴേക്കും ഇവിടുത്തെ ഈ വിദേശികളുടെ അനുപാതം എന്ന് പറയുന്നത് ഏതാണ്ട് 40% മാറും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ അത് വലിയൊരു കണക്ക് തന്നെയാണ്. ജപ്പാനിലെ രാഷ്ട്രീയ നേതൃത്വം ഇപ്പോൾ വളരെ ഗൗരവതരമായി ചർച്ച ചെയ്യുന്നൊരു വിഷയമാണിത്. പക്ഷേ ഇതിന് അവർക്ക് പരിഹാരം കണ്ടുപിടിക്കാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം ജപ്പാനിൽ വലിയ തോതിലുള്ള വ്യവസായ വളർച്ച ഉള്ളൊരു സ്ഥലമാണ്. അവിടെ ജപ്പാൻകാരെ മാത്രം വെച്ചുകൊണ്ട് അവർക്കൊരിക്കലും ഒരു വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെയാണ് വിദേശത്തു നിന്ന് ആളുകളെ ഇവിടേക്ക് കൊണ്ടുവരുന്നത്. പക്ഷേ അവരുടെ താമസിച്ച് ഇവിടുത്തുകാരായി മാറുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ ഒരു ജനസംഖ്യാ വർധനവ് തന്നെയാണ് അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നും ഇതിന് പെട്ടെന്ന് പരിഹാരം കണ്ടുപിടിക്കാൻ കഴിയുകയില്ല എന്നും തന്നെയാണ് എല്ലാവരും കണക്കാക്കുന്നത്. മാത്രമല്ല ജപ്പാനിലെ ജനസംഖ്യ, ജപ്പാൻകാരായ ആളുകളുടെ ജനസംഖ്യ കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കൊണ്ട് തന്നെ വലിയ തോതിൽ ഇടിവുണ്ടായി എന്നും ഇപ്പോൾ ഗവേഷകർ കണക്കാക്കുന്നുണ്ട്. ഏതായാലും ജപ്പാനിൽ നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ഈ കുടിയേറ്റക്കാരുടെ ജനസംഖ്യാ വർധന ഒരു ചർച്ചാ വിഷയമാക്കാൻ തന്നെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉദ്ദേശിക്കുന്നത്.